ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റിംഗ് ഹ്യൂമൻ V2. സോ നമുക്ക് അതിനായിട്ട് ബർട്ടിയിലൂടെ ക്വസ്റ്റ് ചെയ്യണം. ബർട്ടിയിലെ ക്വസ്റ്റിന് നമുക്ക് ഫസ്റ്റ് 50 സ്വാം പൈലറ്റ് സ്വാം റൈഡ്, പിന്നെ മറ്റേ ജെർമി ബോസ്, പിന്നെ കൊളോസിൻ ക്വസ്റ്റ്. സോ നമുക്ക് ജെർമി ബോസിനെ വരെയും കൊല്ലുന്നവരെ ഉണ്ടല്ലോ, അത്രയും നമ്മുടെ ഈ 8 മിനിറ്റിൻ്റെ EXP വെച്ച് തീർക്കാൻ പറ്റും നമുക്ക്. കാരണം എന്തായാലും EXP കിട്ടും നമുക്ക്. ഞാൻ ഇതുവരെ ജെർമിനെ കൊന്നില്ല. 851 ലെവല് ഞാൻ മറ്റേ സ്വാവൻ ലെവലപ്പ് ചെയ്ത് 75-ന്ന് 851 ലെവലാക്കിയിട്ടുണ്ട് EXP ഇട്ടടിച്ച്. പിന്നെ TRXൻ്റെ ലെവലിപ്പോൾ 229 ആണ്. സോ ഞാൻ സ്വാവൻ പൈലറ്റിനെ അടിച്ച് കൊന്ന് നമ്മൾ സെറ്റാക്കിയിട്ട് കാണാം. കൊന്നിരിക്കുന്നു. പക്ഷെ നമ്മുടെ EXP തീർന്നു പോയി. EXP എടുക്കാൻ വേണ്ടി ഞാൻ നടന്നു വന്നതാണ്. പിന്നെ നമുക്ക് കുഴപ്പമില്ല, എന്തായാലും ഇത് ഈ ഈസ്റ്റർ ഇവൻ്റ് തീർന്നു കഴിയുമ്പോൾ ഇത് എന്തായാലും പോകും. അപ്പോൾ ഇത് ഇപ്പോഴത്തേക്കൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും 2200 ക്യാൻഡി ഉണ്ട്, ഇനിയും ഉണ്ട് 2000. അപ്പോൾ നമുക്ക് ഒരു 200-ൻ്റെ 400-ൻ്റെ ഒരു EXP വാങ്ങിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തത് ജെർമിനെയാണ് കൊല്ലേണ്ടത്. സർവർ നല്ല ലാഗാണ്. അതുകൊണ്ട് ഈ പൈലറ്റിൻ്റെ ഇതും ജെർമിയുടെ ഇത് കഴിയുമ്പോൾ ഞാൻ സർവർ ഓഫ് ചെയ്യാം. 4 മിനിറ്റിന് മുമ്പ് നമുക്ക് ഇവനെ കൊല്ലാൻ പറ്റും. അല്ല, 13ാമത്തെ മിനിറ്റ് ആവുന്നതിന് മുമ്പ് കൊല്ലും. ഈസി. ടോപ്പ് വെൽഡൺ ടാക്ക് ടു ബാർട്ടിലോ എഗെയിൻ 57 ലെവലായി ഗൈസ്. അങ്ങനെ ഞാൻ മറ്റേ സ്പ്രിങ് യൂസറിൻ്റെ ക്വസ്റ്റ് കൊടുത്ത് ജെർമിൻ്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി ജെർമിനെ കൊല്ലാം. ലെവലിൽ അവിടെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് നല്ലോണം കൂടി നല്ല ലെങ്തിൽ കാണാം. പിന്നെ എനിക്ക് 2 വട്ടം ഉണ്ടല്ലോ മറ്റേ എഗ്ഗ് കിട്ടിയായിരുന്നു. മറ്റേ ആ എഗ്ഗിൻ്റെ പേരെന്തുവായിരുന്നു? ഫീൽഡ് ഷോ ഡൗൺ എഗ്ഗില്ലേ, അതെനിക്ക് 2 വട്ടം കിട്ടി. അത് ഞങ്ങൾ കാണിച്ചത്. ഈ ടീറക്സ് മാറ്റട്ടെ. സ്ക്രീനി എവിടെ തൊട്ടാലും നേരെ അവൻ്റെ നേരെ പോയി. ഇതേ ഫീൽഡ് ഷോ ഡൗൺ ഒക്കെ എനിക്ക് 2 വട്ടം കിട്ടി. 2 വട്ടം ഞാൻ ഓഫ്ലൈനിലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ 2000 ക്യാൻഡി ഇരിക്കുന്നത്. പിന്നെ ബോസൻ്റെ എഗ്ഗ് മറ്റേ ഇതുണ്ടല്ലോ, കുറേ എഗ്ഗ് അടുപ്പിച്ച് സ്പോണാണ്. ഞാൻ മറ്റേ സ്മോക്ക് ആഡ്മിറലിനെ കൊല്ലാൻ പോയപ്പോൾ 3-4 എഗ്ഗ് അടുപ്പിച്ച് സ്പോണായി. അങ്ങനെ എനിക്ക് വീണ്ടും കുറേ കിട്ടി. നമുക്ക് എന്തായാലും ഇവനെ കൊല്ലാം. ഡിഫീറ്റ്. നല്ല ഡാമേജാണ്. നമ്മൾ പറഞ്ഞു തീർന്നില്ല, എന്നെ കൊന്ന് താഴെ ഇട്ടു. ഒന്നുകൂടെ അടുത്തുണ്ട്. ഒരു ഗൈസ്, നമുക്ക് ഇവൻ്റെ അടുത്ത് നോക്കി മാറി നിന്നല്ലേ എമ്മനടുത്ത് മാത്രം ഇവനെ കൊല്ലേണ്ടി വരുന്ന അവസ്ഥയാണ്. എന്ത് ചെയ്യും ഇപ്പോൾ? അല്ലേ ഇവൻ എന്നെ എൻ്റെ ഇൻസ്റ്റൻറ്റ് ഒറ്റയടിക്കാണ് ഞാൻ പൊട്ടിച്ചു കളയുന്നത്. ഞാനടും എൻ്റെ എബിലിറ്റി അങ്ങനെ കൊണ്ട് നമ്മൾ ചത്തുപോകും. റണ്ണവേ. എൻ്റെ ഇൻസ്റ്റൻറ്റ് ഇവന് ഈസി ആയിട്ട് കിട്ടില്ല. എൻ്റെ എടുത്തിട്ടില്ല. അവനെ ഞാൻ ഒരുമിച്ച് എബിലിറ്റി യൂസ് ചെയ്തത്, പക്ഷെ അവൻ്റെ എബിലിറ്റി ക്യാൻസലായിട്ട്. ഭാഗ്യം ചത്ത്. നൗ സ്പീക്ക്. ശരി ബൈ. നമുക്ക് സർവർ ഓപ്പ് ചെയ്തുക. ഗൈസ്, ഞാനൊരു സിംഗപ്പൂറിൻ്റെ തന്നെ അനദർ സർവർ ജോയിൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് ബാർട്ടിയിലോ ക്വസ്റ്റ് എടുത്തേച്ച് മാൻഷനിലോട്ട് പോവാം. 5 മിനിറ്റിൻ്റെ EXP ഇനിയുണ്ട്. അതെന്തായാലും വേസ്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓഫ്, അല്ല എഫക്ട്സ്, ക്യാമറ ഷീറ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഓക്കെ, ഡൺ. ബാർട്ടിലോ മാമ. ഹേയ്, the tournament is back to normal. Go now, free the
imprisoned gladiators who are jailed in the stadium. സോ ഇനി നമുക്ക് അവരെ പോയി രക്ഷിക്കാം. ഇവിടെ ചെന്ന് നിൽക്കല്ലേ, ഞാൻ യൂട്യൂബ് നോക്കി ഇതൊന്നും ചെയ്തിട്ട് കാണാം. ഗൈസ്, ദിസ് ഈസ് ലാസ്റ്റ് ആൻഡ് ഡൺ. ന്യൂ ടൈറ്റിൽ അൺലോക്ക് ദ ചാമ്പ്യൻ, യു ആർ റെസ്പെക്റ്റഡ് ഇൻ ദിസ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് സെറ്റ്. ഇവരിനി ഇറക്കി കൊടുക്കാം നമുക്ക്. ഇപ്പം തുറക്കും. ഇപ്പം തുറന്നു. വാരിയർ ഹെൽമെറ്റ് വെച്ച് എന്നിട്ട് നമുക്കതെങ്ങനെയുണ്ടെന്ന് നോക്കാം. മെയിലി കൂൾ ഡൗൺ, സോഡ് കൂൾ ഡൗൺ, മെയിലി ഡാമേജ്, സോഡ് ഡാമേജ്. പക്ഷേ നമുക്ക് ഇത് തന്നെയായിരിക്കും നല്ലത്. ഹെൽത്തും ഉണ്ട്, ഓൾ ഡാമേജും ഉണ്ട്. ഇതിടാം. അറിയില്ലേ? റിച്ചാൽ ആക്സസറീസ് ആർ റിച്ച്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം നേരെ അവിടെ പോയിട്ട് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കാം. ഇപ്പം തൽക്കാലം പറ്റുവാണേ, കാരണം ഇപ്പം കുറച്ച് നേരമായി. ടോക്ക് ഇനി ആൽക്കമിസ്റ്റിനോട് സംസാരിക്കാൻ പോകും. എന്നെ കൊല്ലല്ലേ. അതെ, ഇവിടെ നമ്മുടെ ആൽക്കമിസ്റ്റ് സംസാരിക്കുന്നുണ്ട് നമുക്ക്. എന്നുവെച്ചാൽ നമുക്ക് റെഡ് ഫ്ലവർ, ഇത് നൈറ്റാ. ഐ വിൽ ഡു ബാക്ക് വെൻ ഐ ഫൗണ്ട് ദം. നമുക്ക് ഗ്രേവ് യാർഡ്സിൽ പോവാം. അവിടെ ഈ നൈറ്റിൽ ചാൻസ് കൂടുതൽ. പെട്ടെന്ന് റണ്ണ്. നമ്മളങ്ങനെ ഗ്രേവ് യാർഡ് എത്തിയിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ നോക്കേണ്ടത് ഫ്ലവർ വല്ലതും സ്പോൺ ആയിട്ടുണ്ടാകും. പിന്നെ മറ്റേ റിമോട്ട് ഐലൻഡിലേ കാണുള്ളൂ. പക്ഷെ റിമോട്ട് ഐലൻഡ് എവിടെയും ചെല്ലുമ്പോഴത്തേക്കും പകൽ ആകും. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലെങ്കിൽ നമുക്ക് താഴെ നോക്കാം. സോംബീസൊക്കെ എൻ്റെ പുറകെ വന്നിട്ട് എനിക്കാണെങ്കിൽ ഹെൽത്തും ഇല്ല. ഐ ഡോണ്ട് തിങ്ക് ഉണ്ടെങ്കിലും എന്താ ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂടാ. ഇവിടെ ഗ്രേവ് യാർഡിൽ ഇല്ല. അപ്പം മറ്റേ സ്ഥലത്തായിരുന്നു. ഇനി എവിടെയെങ്കിലും ഉണ്ടാ വേറെ ഇവിടെ സ്ഥലമൊന്നും ഇല്ലല്ലോ. ഈ ഗ്രേവ്സ് let me go to Kingdom of Force. രാവിലെ വേണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലാം. പിന്നെ മറ്റേ ഇതൊക്കെ കിട്ടണ റെഡ് ഫ്ലവർ പകലേ കിട്ടുള്ളൂ. അതിന് നമുക്ക് ഗ്രീൻ സോണിലും കിങ്ഡം ഓഫ് ഫോഴ്സും പിന്നെ കഫയുടെ വാതിക്കലൊക്കെ ഇട്ട് തീറ്റൊരു ചാൻസ് വെച്ചൊക്കെ ഉണ്ട്. പിന്നെ അത് ഇതിൻ്റെ ഇടയിലുണ്ടാവും ചിലപ്പോൾ. ഇവിടെ ഇട്ട് ടീറക്സിൻ്റെ ചില ഭാഗമൊക്കെ ഞാൻ കണ്ടുപിടിക്കേണ്ടതൊക്കെ. മറ്റേ 100 റേഞ്ച് വെച്ച് നമ്മളങ്ങ് തെറിച്ചൊറ്റ പോകാൻ നോക്കി. ഇപ്പം പോരാ. ഇടക്ക് എന്താണ് മറ്റേ ഏരിയ ക്വസ്റ്റ് ഗിയർ 1 ഇല്ലേ, അവിടെ നേരെ 2 വരെ ഒറ്റ പോക്കിൽ പോകും. നമുക്കൊന്ന് ഗ്രാൻഡ് ബ്രിഗേഡിയർ വാങ്ങിച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് കാണി. നമുക്കിനി കഫേയിലോട്ട് പോവാം. സ്വാവൻ ബൈറ്റിനി കൊല്ലണമെന്നുള്ള. ഫൈനലി ഗായ്സ്, നമുക്ക് ഫ്ലവർ 3യും കിട്ടിയിരിക്കുന്നു. പോലെ നമുക്ക് നമ്മുടെ ഗ്രീൻസും അല്ല മറ്റേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊന്ന് നോക്കി വെച്ച് കഫേയിലോട്ട് പോവാം. കഫേയുടെ വാതിക്കൽ എനിക്ക് ഇത്രയൊക്കെ ഇപ്പം തൽക്കാലം അറിയാവുള്ളൂ. കഫേയുടെ വാതിക്കലും ഗ്രീൻസും ഉള്ളൂ ഒക്കെ. എൻ്റെ PvP എടുത്തൊന്നും ഓണാവില്ല. എനിക്ക് തോന്നണം 15 മിനിറ്റ് ആവാറായെന്ന്. നിങ്ങൾ റെഡ് ഫ്ലവർ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. ഈ വലിയ വലിയ മലകളില്ലേ ഇവിടെയല്ല, 1, 2 ഉള്ള ആ മലയിലൊക്കെ കാണാം. ഈ മലയിലില്ലേ ഗ്രീൻ സോണിൽ കാണാം. ഈ മലയിലില്ല
ബോംബ് അടിച്ചു. അതാകുമ്പോൾ 5 സെക്കൻഡ് ഓടത്തില്ല. ഇത് PvP ഓഫാണെന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പതിയെ ഇറങ്ങാം. I don't want to die because the last flower I need. Bro, oh my god bro. ഞാൻ മറ്റേ ഒരു മല ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ കയറി നോക്കുന്നു റെഡ് ഫ്ലവർ, പുറകിൽ നോക്കുന്നു കിറ്റ്സു, പുറകിൽ നോക്കുമ്പോൾ കിറ്റ്സു നിൽക്കുക. ഞാൻ എന്ത് ചെയ്തു, എടുത്തു വെച്ച ഒറ്റ ഓട്ടം. ഓ എൻ്റെ മോനെ, ഞാൻ എൻ്റെ എബിലിറ്റിയും ഡാഷും എല്ലാം യൂസ് ചെയ്ത് ഓടി എങ്ങനെയൊക്കെ ഇവിടെ എത്തി. റെക്കോർഡിംഗ് ഒന്നും ഓൺ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. അവനും പിന്നെ ആ കിഡ്സും നോവായതുകൊണ്ട് ഞാനിവിടെ എത്തി വീറ്റും എടുത്ത്. അവനാണെങ്കിൽ നേരെ വന്ന സൈലാട്ട് പോയി പിന്നെ എൻ്റെ പുറകെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ആ പാളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ബുദ്ധ യൂസർ മറ്റേ ഫ്രൂട്ട് ഗ്ലിച്ചില്ലേ അത് യൂസ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൽ വന്ന് ചാടി. പക്ഷെ അവൻ എന്നെയൊന്നും കണ്ടില്ല. അവൻ നേരെ നേരെ ഹോട്ടാങ്കോൾഡ് അങ്ങോട്ടെങ്ങാണ്ടും പോയി. ഭാഗ്യം. അങ്ങനെ നമുക്ക് വീറ്റു കിട്ടി. ഹോളി മോളി, എനിക്ക് വീഡിയോ ഇത് മര്യാദക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒട്ടും മര്യാദക്ക് ഇല്ല ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. വീഡിയോയിൽ ചെറിയ പ്രധാന ക്ലിപ്പുകളൊന്നും ഇല്ലെങ്കിൽ ക്ഷമിക്കുക ഗൈസ്, നമുക്ക് നെക്സ്റ്റ് ടൈം സെറ്റാക്കാം. പിന്നെ ഞാൻ ഈ ഡബ് ചെയ്യണ സമയം ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് ബുദ്ധ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ബ്രീത്ത് 300 ആക്കി, ഇലക്ട്രിക് 300 ആക്കി, എന്താ പറയുക. പിന്നെ ഞാൻ 1200 മേളിൽ ലെവലായി, 300 ആവാറായി. പക്ഷേ ഞാൻ ഈ ലെവലപ്പിങ്ങിൻ്റെ ഒന്നിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. റാബിറ്റ് V2 ആയി. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഈ ബോറടിച്ചിരുന്നപ്പോൾ കുറേ പണി അങ്ങോട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഫ്രണ്ടിലായിട്ട് പോയി. ബട്ട് ഞാൻ ഇത് എടുക്കാതിരുന്ന കാരണം കൂടെ ഉണ്ട്. എൻ്റെ ഹെഡ്സെറ്റ് കാണാനില്ലായിരുന്നു. ഹെഡ്സെറ്റ് കിട്ടിയത് ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ ഇല്ല, അത് റെക്കോർഡ് ചെയ്ത് 7-8 ദിവസം കഴിഞ്ഞ്. ഇന്ന് 23 ഏപ്രിലാണ്. 23 ഏപ്രിൽ. ഞാനിത് റെക്കോർഡ് ചെയ്യാൻ 2 ആഴ്ച ഒരാഴ്ച എങ്ങാണ്ട് മുമ്പൊക്കെയാണ്. സോ നമുക്ക് 1280 സംതിങ് ലെവൽ തൊട്ട് ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. 80 സംതിങ് ലെവൽ തൊട്ട് ഇപ്പം ഞാൻ 1290 ലെവലായി. അവിടെയൊക്കെയുള്ള ഞാൻ ആ ലെവലിംഗ് അപ്പിൻ്റെ പാർട്ടില്ലേ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് അവിടെ നിന്നൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഹെഡ്സെറ്റ് കിട്ടിയത് കൊണ്ട് ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീണ്ടും റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫ്രണ്ടിലോട്ട് പോകാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. നിങ്ങളെല്ലാവരും ഇതുവരെ ഇട്ട വീഡിയോയ്ക്കൊന്നിനും കമൻ്റ് ഇട്ടേച്ചും ഞാൻ ആ ഗീവ് അവേ എനിക്കൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല, യൂസർ നെയിം തന്നിട്ടുമില്ല. പക്ഷേ എൻ്റെ ഇപ്പോൾ ഉള്ളത് സ്പിരിറ്റ് ഫ്രൂട്ടാണ്. ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടണം. അടുത്ത വീഡിയോയിലായിരിക്കും പക്ഷേ നിങ്ങൾ സ്പിരിറ്റ് ഫ്രൂട്ട് കാണാൻ പോണത്. പക്ഷേ അടുത്ത വീഡിയോക്കൊന്നും കമൻറ്റ് ഇട്ടു, ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കേ കൊടുക്കുകയുള്ളൂ. അടുത്ത വീഡിയോ തൊട്ട് ഈ ഗീവ് അവേ എന്ന് പറയുന്ന സംഭവം ഞാൻ നിർത്താൻ പോവുകയാണ്. ഓക്കെ, ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കളിക്കുക, എന്നിട്ട് ഞാൻ ആ സ്പിരിറ്റ് ഫ്രൂട്ട് തന്നേക്കാം. സോ ബൈ.